നമസ്കാരം. വിവാഹത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ, വിവാഹത്തിന് മുമ്പുള്ള യുവ മിഥുനങ്ങളുടെ സ്വപ്നങ്ങൾ, വിവാഹം ശേഷമുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതങ്ങൾ, എനിക്കിതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു അവസ്ഥ പിടികിട്ടുന്നില്ല. കൗമാരത്തിലെത്തുമ്പോൾ, യൗവനത്തിലും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ പ്രണയമുണ്ടാകുന്നു. തീഷ്ണമായ പ്രണയത്തിലൂടെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം ഭീകരമായ ദുരന്തങ്ങളിലേക്ക് ചെന്ന് ചേരുന്നു. ഒരു കിടക്കയിൽ കിടന്നവർ, ഒരുമിച്ച് ജീവിച്ചവർ, ഒരുമിച്ച് ശയിച്ചവർ, അവർ ശത്രുക്കളെ പോലെ കീരിയും പാമ്പുമായി പെരുമാറുന്നു. ബദ്ധശത്രുക്കളെ പോലെ പെരുമാറുന്നു. പരസ്പരം ഒപ്പം സ്നേഹിച്ചിരുന്നവരുടെയും ഒപ്പം ജീവിച്ചിരുന്നവരുടെയും പകയ്ക്ക് പാത്രമാകുന്നു രണ്ടുപേരും. പക വീട്ടാനുള്ളതാണെന്ന് പറയുന്നത് പോലെ കുട്ടികളിങ്ങനെ അച്ഛനെയും അമ്മയും മാറി മാറി നോക്കി നിൽക്കുന്ന കോടതി വരാന്തകൾ ഞാൻ കാണുന്നു. രണ്ടുപേരും തമ്മിൽ ദാമ്പത്യത്തിൽ വിഷയമുണ്ടായാൽ, അതിൽ സന്താനങ്ങൾ ജനിച്ചാൽ, സന്താനങ്ങളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് എന്നതിലുപരി സന്താനങ്ങളെ വെച്ച് വിലപേശുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാതാവിന് കുട്ടിയോട് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന് കുട്ടിയോട് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ, കുട്ടിയെ വേർപെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഭർത്താവിനെ എത്രത്തോളം പീഡിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഭാര്യയെ എത്രത്തോളം അതിൻ്റെ പേരിൽ പീഡിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന, കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ച മനസ്സിലാക്കാതെ, കുട്ടിയുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യവും മനസ്സിൻ്റെ സന്തോഷവും വളർച്ചയുടെ ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടങ്ങൾ പോലും തിരിച്ചറിയാതെ കുട്ടിയെ മാനസികമായ ആഘാതം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള അച്ഛനെയും അമ്മയുടെയും മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്ന നിസ്സഹായനായ, പൂർവ്വജന്മ ദോഷം കൊണ്ട് ആ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കാൻ വിധിക്കപ്പെട്ടു പോയ, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടു പോയെന്ന ഒരു ആ പിതാവിൻ്റെ മുഖത്തേക്കും, ഞാൻ നിങ്ങളുടെ ഗർഭപാത്രത്തിലല്ലേ കിടന്നത്, നിങ്ങളല്ലേ എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങളുടെ ഈ ജന്മത്തിൽ എന്ത് ദോഷമാണ് ചെയ്തത് എന്ന് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖം ഒന്നല്ല നിരവധി ഞാൻ കണ്ടിട്ടുണ്ട്. ദാമ്പത്യത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് അവരെ വളർത്തിയെടുക്കാൻ പ്രാപ്തരായ ആരാണോ ആ പ്രാപ്തമായവർക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് കാലം ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് കൊണ്ട്, ഞാൻ അത്തരം ഒരു അവസ്ഥയിലൂടെ വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട്, കുഞ്ഞുങ്ങളെ വളർത്താൻ പ്രാപ്തമാക്കിയത് നമ്മളെക്കാൾ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞത് വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. ഞാനിതെന്ന് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, രണ്ടുപേര് തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന സമയമാകുമ്പോൾ വധുവിൻ്റെ അച്ഛൻ വരനെ വിളിക്കുന്നു. മാന്യനായ ഒരു മനുഷ്യനാണ്. വരൻ ആകാംക്ഷയോടുകൂടി എന്തിനാണ് അച്ഛൻ വിളിക്കുന്നത് എന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന തൻ്റെ പ്രിയപ്പെട്ട വധുവിനോട് ചോദിക്കുമ്പോൾ, അറിയില്ല, എനിക്ക് അച്ഛൻ വേറൊരു വിവാഹം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആളുമായിട്ട് ഒരു സൗഹൃദമുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് അയാളോടൊത്ത് ജീവിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ, ശരി എന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഇഷ്ടത്തിലുള്ള വിവാഹം മാറ്റിവെച്ചിട്ട് അച്ഛൻ മകളുടെ ഇഷ്ടമുള്ള വരനെ കാണാൻ തീരുമാനിക്കുന്നു. വരൻ എന്നെ വന്ന് കാണുന്നതിന് മുമ്പുള്ള മറ്റൊരവസ്ഥയാണ്, കാണുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. വരൻ വധുവിൻ്റെ അച്ഛനോട് ചെല്ലുമ്പോൾ വധുവിൻ്റെ അച്ഛൻ ചോദിക്കുന്നു, എൻ്റെ മകളെ എത്ര കാലമായിട്ടറിയാം? ഇത്രയും കാലമായിട്ടറിയാം. അവൾക്ക് എത്ര സ്വഭാവ രീതികൾ ഉണ്ടെന്നറിയാമോ? ചിലത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ല, അവൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചോ, അവളുടെ ജീവിത രീതികളെക്കുറിച്ചോ, അവളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചോ, അവൾ ജീവിതം ഡിസൈൻ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ അവളെ വിവാഹം കഴിക്കുന്ന താങ്കൾക്ക് വല്ല ധാരണയുണ്ടോ? അപ്പോൾ ഈ വരൻ നിശബ്ദനാകുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, എൻ്റെ മകളോട് ഞാൻ സംസാരിച്ചിട്ട് 4 വർഷമായി. അവളുടെ അമ്മയിലൂടെയാണ് എന്നോടെല്ലാം പറയാറുള്ളൂ. എനിക്ക് അവളുടെ ജീവിത രീതികൾ ഇഷ്ടമല്ല, അവളുടെ സ്വഭാവ രീതികൾ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നതല്ല. ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയിലൂടെ ജീവിച്ച ഒരാളാണ്, ചിട്ടയിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മകളായതുകൊണ്ട് പറയുകയല്ല, എനിക്ക് അവളുമായിട്ട് പൊരുത്തപ്പെടാൻ ഇഷ്ടമല്ല. പക്ഷേ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ അവൾ പ്രായപൂർത്തിയാകുമ്പോൾ അവളെ വിവാഹം കഴിച്ചു കൊടുക്കണം.
ഞാൻ അവളെ വളർത്തി പഠിപ്പിച്ചു. അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ജീവിതം, അവൾ നശിച്ചു പോകരുത് എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ അവളുടെ ഒരു ഇഷ്ടങ്ങൾക്കും എതിരല്ല. ഇപ്പോൾ താങ്കളെ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ജാതക പൊരുത്തമോ ഗ്രഹതല പൊരുത്തമോ ദൈവത്തിൻ്റെ അനുഗ്രഹമോ ഒന്നുമല്ല പ്രധാനം. രണ്ടുപേർ തമ്മിൽ മാനസികമായി അടുത്തിട്ടുണ്ടെങ്കിൽ, ആ മനസ്സിന് പൊരുത്തമുണ്ടെങ്കിൽ, വിട്ടുവീഴ്ചയോട് ജീവിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു ദൈവങ്ങൾക്കും മനുഷ്യജീവിതത്തിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും ഒരു ഗ്രഹങ്ങൾക്കും മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഉദാഹരണത്തിന്, ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പൊരുത്തം നോക്കിയിട്ടല്ല വിവാഹം കഴിച്ചത്. അവിടെ ഒറ്റ പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് കണ്ടിട്ടുള്ളൂ. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ, എൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാൻ വിദേശത്ത് ജോലി ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പെൺകുട്ടിയെ കണ്ടു, നീ വന്ന് അവിടെ വിവാഹം കഴിക്കണം. ഒരു നിമിഷം ഞാൻ സ്തബ്ധനായിപ്പോയി. അന്നത്തെ കാലത്ത് ഓരോ മനുഷ്യനും ഉണ്ടല്ലോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ. ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ള തരത്തിലുള്ളൊരു പെൺകുട്ടി തന്നെ ഇവിടെ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അച്ഛൻ്റെ കർക്കശമായ സ്വഭാവവും അമ്മയുടെ മരണത്തിന് ശേഷം ഞങ്ങളെ വളർത്തിയെടുത്തതും ഒക്കെ ആലോചിച്ചപ്പോൾ അച്ഛൻ്റെ ശരികളാണ് അച്ഛന് കൊടുക്കാൻ പറ്റുന്നത്. ഒരു മകന്, ഒരു പിതാവിന് കൊടുക്കാൻ പറ്റുന്ന മനസ്സിൻ്റെ ശാന്തിയാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടും, ഇന്നത്തെ കാലത്ത് ഞാൻ ഇതിനിടയിൽ പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള അച്ഛനില്ല. അച്ഛനടിച്ച ലോട്ടറി ടിക്കറ്റ് കൊടുക്കാത്തത് കൊണ്ട് അച്ഛനെ അടിച്ചു കൊന്ന ഒരാൾ മകനെ ഇന്ന് ജീവപര്യന്തം ശിക്ഷിച്ചു നെടുമങ്ങാട് കോടതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അച്ഛനെടുത്ത ലോട്ടറി ടിക്കറ്റിന് സമ്മാനം അടിച്ചപ്പോൾ ആ ലോട്ടറി ടിക്കറ്റ് മകന് കൊടുക്കാത്തതുകൊണ്ട് അച്ഛനെ തല്ലിക്കൊന്ന മകൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, മക്കളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയുടെ കെട്ടുതാലി പൊട്ടിച്ച് മദ്യപിക്കാൻ കൊടുക്കാത്തതുകൊണ്ട് അമ്മയുടെ കഴുത്തെറുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഒരു മകൻ പറയുന്നു, അച്ഛൻ്റെ ഇഷ്ടം, അച്ഛൻ്റെ മനസ്സിൻ്റെ ശാന്തി, ആ അച്ഛൻ്റെ ശാന്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ, അച്ഛൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ ചെല്ലുമ്പോൾ അച്ഛൻ്റെ സംഘർഷപ്പെടുന്ന മുഖം കണ്ടു. അവിടെ പോയി കണ്ട് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ, നിനക്ക് ആ വിവാഹം കഴിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ, അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് നിറഞ്ഞ സന്തോഷം ഞാൻ കണ്ടതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ശാന്തി. ഒരിക്കൽ പോലും എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്താണോ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ച ഒരു ഭാര്യയായിരുന്നു എൻ്റേത്. എൻ്റെ കർക്കശമായ സ്വഭാവത്തിന് അവൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ പൊരുത്തങ്ങൾക്കൊപ്പം നിന്നതാണ് എൻ്റെ ഭാര്യ. ഒരിക്കൽ പോലും വയ്യ എന്ന് പറയുകയോ എനിക്ക് ജീവിക്കാൻ എൻ്റെ ജീവിത രീതികളുമായിട്ട് ചേർന്ന് പോകുന്ന എത്ര ശാരീരികമായ അവശത ഉണ്ടെങ്കിൽ പോലും എതിർത്തൊരക്ഷരം പറയാതെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ സാധിച്ചു തന്ന ജീവിച്ച ഒരു അമ്മയുടെ മകളാണ് അവൾ. പക്ഷേ ഒരിക്കലും എനിക്ക് അവളെ അനുഭവിക്കാൻ പറ്റില്ല. അവളുടെ സുഖകരമായിട്ടുള്ള ഒരു ജീവിത രീതിയുടെ ഒന്നും ഇനി ഒരു മകളെന്നുള്ള നിലയിൽ എന്നെ അവൾ അച്ഛ എന്ന് വിളിക്കാറ് പോലുമില്ല. അങ്ങനെയുള്ള ഒരു മകളുമായി ജീവിക്കാൻ താങ്കൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. ചെറുപ്പക്കാരൻ നിശബ്ദനായി പോയി. അയാൾ അപ്പോഴാണ് അയാളെക്കുറിച്ച് ആലോചിക്കുന്നത്. താൻ ഇന്നലെ വരെ സ്നേഹിച്ച പെൺകുട്ടിയെക്കുറിച്ച് പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നു, അവളെ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിക്കാറില്ല, അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമായി പൊരുത്തപ്പെടാറില്ല എന്നൊക്കെയുള്ള സത്യങ്ങൾ. എന്തായാലും വിവാഹം കഴിച്ച് ആദ്യ നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടിയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നു. അതുവരെ മദ്യപിക്കാത്ത ചെറുപ്പക്കാരൻ മദ്യപിക്കുന്നു. അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ കുടുംബത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പാകപ്പിഴകളെക്കുറിച്ച് പറയുന്നു. ഇതിനിടയിൽ പെൺകുട്ടിയുടെ അച്ഛൻ ഇദ്ദേഹത്തെ വിളിക്കുന്നു. എങ്ങനെയുണ്ട്, ജീവിതമൊക്കെ സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ അച്ഛനോട് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. എന്തായാലും തൻ്റെ ജീവിതത്തിലുള്ള പൊരുത്തക്കേടുകൾ തൻ്റെ പ്രിയ സുഹൃത്തിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ആ സുഹൃത്ത് ഭാര്യയുമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് ഭാര്യയുമായി സംസാരിക്കുന്നു. എന്തായാലും അവർ തമ്മിലുള്ള ആ ഗ്യാപ്പ് അതിങ്ങനെ വളരെ 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 വലുതാകുന്നു. ഈ സുഹൃത്തിൻ്റെ മീഡിയേറ്ററാകുന്നു. സുഹൃത്ത് വഴി കാര്യങ്ങൾ കുട്ടികളുടേത് അറിയിക്കുന്നു. 2 കുട്ടികളുണ്ടാകുന്നു. ഇളയ കുട്ടികൾക്ക് ശാരീരികമായ അവശതകൾ ഉണ്ടാകുന്നു. ഭർത്താവിന് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഈ സുഹൃത്തിനെ വിളിക്കുന്നു. പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഈ ഇടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തുമായിട്ട് ഈ സ്ത്രീ പെൺകുട്ടിക്ക് ഒരു സൗഹൃദം ഉണ്ടാകുന്നു. ആ സൗഹൃദം ശക്തിയാകുന്നു. അയാൾ ഭാര്യയെ ഉപേക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഏറ്റവും ക്രൂരമായ അവസ്ഥ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിനക്ക് നിൻ്റെ ഭാര്യയുമായി ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവൾക്ക് നീയുമായിട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാര്യ ഡൈവോഴ്സിൻ്റെ വക്കത്താണ്, ഡൈവോഴ്സ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഭാര്യ എന്നെ പിരിഞ്ഞു പോകും. എനിക്കതിലൊരു കുട്ടിയുണ്ട്. എനിക്ക് മാനസികമായി പൊരുത്തപ്പെടാൻ പറ്റുന്നത് നിൻ്റെ ഭാര്യയുമായിട്ടാണ്. പൊരുത്തപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പിരിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ പിരിഞ്ഞു പോകണം. മറ്റാരും അറിയാതെ ഇത് തീർക്കാം എന്ന് പറയുന്നു. ഇത് കോടതി പരകാന്തകളിലെത്തുന്നു. പക്ഷേ ആ പയ്യൻ്റെ കുട്ടികൾ, അതിലെ 2ാമത്തെ കുട്ടിയോ 3ാമത്തെ കുട്ടിയോ ഈ ആളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. എത്രയോ കാലമായി കോടതി വരാന്തകളിൽ അങ്ങും ഇങ്ങും തൊടാതെ വക്കീലന്മാർ പണം വാങ്ങി ഈ ചെറുപ്പക്കാരനോടൊത്തുള്ള ജീവിതം അതൊന്നും അവർക്കൊരു വിഷയമല്ലാതായി പോകുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം താറുമാറാകുന്നത് എങ്ങനെ? ഏത് പൂർവ്വജന്മ വിധിയാണ് ഇങ്ങനെ ആക്കി തീർക്കുന്നത്? ഏത് ജാതകമോ ഗ്രഹനിലകളോ ഒക്കെ നമ്മൾ എന്തൊക്കെ പരിശോധിച്ചാലും നിനക്ക് അനുഭവിക്കാനുള്ളതെല്ലാം തന്നെ നീ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു സത്യം, അതൊരു സത്യമാണല്ലേ? അങ്ങനെയുള്ള എത്രയെത്ര കഥകളാണ്, എത്രയെത്ര അനുഭവങ്ങളാണ്. കോടതി വരാന്തകളിൽ കീരിയും പാമ്പ് പോലെ, ശത്രുക്കളെ പോലെ പടവെട്ടി കിടപ്പറയിൽ രഹസ്യങ്ങൾ തന്നെ പരച്ചയ്ക്ക് വിളിച്ചു പറയുന്ന, നീ ഒരു പുരുഷനാണോടോ എന്ന് ചോദിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ അടുത്ത കാലത്ത് കോടതി വരാന്തയിൽ കണ്ടു. നീ ഒരു പുരുഷനാണോടാ? നീ മീശയും വെച്ചിങ്ങനെ നടന്നാൽ മതിയോടാ? നീ ഒരു മനുഷ്യനാണോടാ? എന്തൊക്കെയാണ് നീചമായ കാര്യങ്ങൾ. ആ പുരുഷൻ തലതാഴ്ത്തി ഇങ്ങനെ നിൽക്കുന്നത്. ഒരാൾക്ക് ശാരീരികമായ അവശതയുണ്ടാകുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടാണോ? ആർക്കും ശാരീരികമായ അവശതകൾ ഏതു നേരവും എപ്പോഴും സംഭവിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് ഒരാൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഈ ചെറുപ്പക്കാരൻ്റെ, ഞാൻ ആലോചിക്കണം, ഈ പ്രണയിച്ച് വിവാഹം കഴിച്ച ആ അച്ഛൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾ, ഇടയിൽ ആ അച്ഛൻ അറ്റാക്ക് വന്ന് മരിക്കുന്നു. ആ അച്ഛൻ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ഇയാൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. മറ്റേ ചെറുപ്പക്കാരൻ അവളെ മർദ്ദിക്കുന്നു, പീഡിപ്പിക്കുന്നു. നീ ഭർത്താവ് വിജയിച്ചിരിക്കുമ്പോൾ മറ്റൊരു സൗഹൃദം ഉണ്ടാക്കിയ പോലല്ലേ, നീ എൻ്റെ ജീവിതം കൂടി തകർത്തില്ലേ എന്ന് പറഞ്ഞ് ആ ദാമ്പത്യത്തിൽ കലഹമുണ്ടാകുന്നു. ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. മാനസികമായ വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നു, ഡിപ്രഷന്. ഈ കുട്ടികളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടികൾ എന്ത് പിഴച്ചു? എന്ത് തെറ്റാണ് അവർ ചെയ്തത്? അവർ എന്ത് തെറ്റ് ചെയ്തു? ഈ ഭൂമിയിൽ അവർ ജനിച്ചുപോയി. അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അവർ എങ്ങോട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ പ്രധാന കാരണം? അസ്വസ്ഥമാകുന്ന മനസ്സ്, അന്യം വന്നുപോയ അച്ഛൻ, അല്ലേ? അച്ഛൻ്റെ സുഹൃത്തുമായിട്ടുള്ള അമ്മയുടെ ജീവിതം, അവർ തമ്മിലുള്ള ദാമ്പത്യത്തിലുണ്ടാകുന്ന ഭീകരമായ കലഹങ്ങൾ. അതേസമയം ഈ കുട്ടിക്കുണ്ടായിരുന്ന സ്വത്ത്, ഈ കുട്ടിക്ക് അവരുടെ അച്ഛൻ എഴുതി കൊടുത്ത സ്വത്തെടുത്ത് ബാങ്കിൽ പണയം വെച്ച് അയാളൊരു ബിസിനസ് തുടങ്ങി, ഷെയർ മാർക്കറ്റ്. അത് തകർന്നില്ലാതായി. ആ വീട് നശിച്ച് വാടക വീട്ടിലായി. ഒരു ദാമ്പത്യം തകരാൻ നമ്മൾ കാണുന്ന സുന്ദരമായ ഒരു ഭൂമിയും മനോഹരമായ ഒരു പ്രകൃതിയും പോലെയാണോ ദാമ്പത്യം? നല്ല വസ്ത്രങ്ങൾ ഇട്ടതുകൊണ്ടും മുടി ഡൈ ചെയ്തതുകൊണ്ടും ലിപ്സ്റ്റിക് ഇട്ട് സുന്ദരിയായി ജീവിച്ചത് കൊണ്ടും ഫേഷ്യൽ ഒക്കെ ചെയ്ത് ജീവിച്ചത് കൊണ്ടുമൊക്കെ സുന്ദരമായൊരു ജീവിതം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ശരീരത്തിലേക്കുന്ന ക്ഷതം, ശാരീരികമായി ഉണ്ടാകുന്ന അവസ്ഥ, ഓരോ മനുഷ്യനും, എല്ലാവരും. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എത്രയോ ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിലെ പണ്ട് ആരോഗ്യ ദൃഢന്മാരും സുന്ദരനുമായ, എൻ്റെ ആരും ഉൾപ്പെടെയാണ് പറയുന്നത്, അവരെയൊക്കെ ഞാൻ പലരെയും കാണുമ്പോൾ ക്ഷയിച്ചു പോയ ശരീരവും ക്ഷയിക്കാതെ പോയ മനസ്സൂടെ ക്ഷയിച്ചാൽ പോയില്ലേ? അപ്പം ശരീരത്തിൻ്റെ അർത്ഥം എന്താണ്? നശിച്ചു പോകുന്നത്. നമ്മളൊരിക്കലും ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും സുഖഭോഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ പണം ഉണ്ടാകുന്നതിനെക്കുറിച്ച്, പണം എന്ന് പറയുന്ന പൈശാചികമായ ഒരു ശക്തിയാണത്.
ആ ശക്തിയെക്കുറിച്ച് മഹാലക്ഷ്മിയുടെ കടാക്ഷമുണ്ടാകുന്ന അധ്വാനത്തിലൂടെ കിട്ടുന്നത് മാത്രമാണ് പണം. ബാക്കിയൊക്കെ പൈശാചിക ശക്തിയാണ്. പണം പലിശയ്ക്ക് കൊടുത്തുണ്ടാക്കുന്ന പൈശാചിക ശക്തിയാണ്. അമിതമായ പണം ഉണ്ടാക്കുന്നത്, അമിതമായ നമുക്ക് അർഹതയില്ലാത്ത പണം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം തന്നെ പൈശാചികമായ ശക്തിയാണ്, പിശാചിക ബോധത്തിലേക്ക്. അത്തരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, ജീവിക്കാതെ പോകുന്ന മനുഷ്യർ, കാലം മാറ്റിവെക്കപ്പെടുന്ന മനുഷ്യർ, കാലത്തിൻ്റെ കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടു പോകുന്ന മനുഷ്യർ ഇല്ലേ, കൊല്ലുകയും പിടിച്ചടക്കുകയും ഒക്കെ സഹോദരി സഹോദരന്മാരുള്ള പക കോടതി വരാന്തകളിൽ നിൽക്കുന്നത് അവർക്ക് മക്കൾക്കും അനുഭവിക്കാൻ പറ്റാതെ ജീവിതത്തിൻ്റെ അവസാന കാലം ദുഃഖദുരിതങ്ങളാൽ വളരെ മോശകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയെത്ര കഥകളാണ് എൻ്റെ മുമ്പിലുള്ളത്. എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര നമ്മൾ പറഞ്ഞാലും തീരാത്ത, അത് തിരിച്ചറിയാത്ത ജന്മങ്ങൾ, ബന്ധങ്ങൾ അല്ലേ. അധികാരവും പണവും സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ഭ്രാന്തമായ ആവേശം, പണത്തിനോടുള്ള ഭ്രാന്തമായ ആവേശം, പ്രശസ്തിയോടുള്ള ഭ്രാന്തമായ ആവശ്യം, അന്യനെ ചൂഷണം ചെയ്യുന്ന, ദൈവം കൊടുക്കുന്ന ഒരു സമയത്ത് കിട്ടുന്ന എല്ലാ അഹങ്കാരങ്ങളും അല്ലേ, ആ സമയത്ത് കിട്ടുന്ന അഹങ്കാരങ്ങൾ, ആ അഹങ്കാരങ്ങൾക്ക് അതിഭാവുത്വം ഉണ്ടാകും. ആ അഹങ്കാരത്തിന് അഹങ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അഹങ്കരിക്കാതെ അല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ ദാഷ്ട്യത്തോടെ പെരുമാറുന്ന ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യരുടെ അവസാന കാലം, മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാൽ മാത്രം ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ബോധമുണ്ടാകുന്ന കാലത്ത്, അത് നമ്മളൊരിക്കലും അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു, അടുത്തുള്ള കസേരയിലേക്ക് ഇരിക്കുന്നു, ഇല്ലെങ്കിൽ നിലത്ത് വീണ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു. ആരെന്തുണ്ടാക്കി, ആരെന്ത് നേടി എന്ന് പറയുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ, എന്തിനുമൊക്കെ വേണ്ടി ജീവിച്ചു, എന്തൊക്കെയോ ആർത്തിവുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്ന, കിതച്ചുകൊണ്ട് ഓടുന്ന ലക്ഷ്യമില്ലാത്ത കുതിരയെപ്പോലെ കാലം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഒപ്പം ഓടാൻ നമ്മളും ശ്രമിക്കും. എൻ്റെ മുമ്പിലേക്ക് വരുന്ന നിരവധി അനുഭവങ്ങൾക്ക് ഉത്തരമില്ലാതെ, ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരാൾ വിളിച്ചു, അയാളൊരു പെൺകുട്ടിയെ പ്രണയിച്ചു, പെൺകുട്ടി അവസാന നേരം തെറ്റിപ്പോയത് കൊണ്ട് തന്നെ അവൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. ഒരുപാട് പൂജാരിമാർ, ഒരുപാട് മഹാസിദ്ധന്മാരൊക്കെ പരിഹാരങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവൾ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു. അയാളെ പണം മുടക്കിയതൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയില്ല. പോയതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ, പോയതൊക്കെ പോയത് തന്നെയാണ്. തിരിച്ചു വരാനുള്ള നിയോഗം വളരെ കുറവാണ്. അത് മറ്റൊന്നായിട്ട് വരൂ. പ്രകൃതിയിൽ കൊടുങ്കാറ്റടിച്ചാൽ, നാശമുണ്ടാക്കിയാൽ ആ കൊടുങ്കാറ്റ് കടന്നു പോകും. പിന്നെ വരുന്ന മറ്റൊരു കാറ്റാണ്. ജീവിതവും അങ്ങനെയാണ്. പോയവരൊക്കെ പോയത് തന്നെ. അവർക്കൊരിക്കലും പഴയതിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. നിങ്ങൾക്ക് അതനുഭവിക്കാൻ, ആ സമയത്തെ പ്രകൃതിയുടെ കാറ്റും അതിൻ്റെ സുഗന്ധവും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കൊടുങ്കാറ്റായി അതിൻ്റെ നാശങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, അതും അനുഭവിക്കാനുള്ള വിധിയുണ്ടെങ്കിൽ, അത് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ശാന്തതയും ആ ശാന്തതയിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകളുമൊക്കെ മറ്റൊന്നാണ്. പിന്നെ പ്രകൃതിയിൽ ഒരിക്കലും അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ പറ്റൂ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ അർത്ഥം, ദൈവം ഒരാളെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുമ്പോൾ നീ ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റൂ. നീ പൂർവ്വജന്മത്തിൽ ചെയ്തതിൻ്റെ പാപഫലങ്ങളൊക്കെ നീ അനുഭവിച്ചേ പറ്റൂ. ആ പാപഫലത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ നീ ഈ ജന്മത്തിൽ അനുഭവിക്കണം. നീ നിൻ്റെ കരുത്തനായ, നിന്നെ 10 മാസം ചുവന്ന് പ്രസവിച്ച അമ്മയുടെ ഗർഭപാത്രം നോക്കി നീ മദ്യത്തിന് പണം തരാത്തോണ്ട് നീ നിൻ്റെ അമ്മയുടെ ഉദരത്തിലേക്ക് ചവിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ജന്മം നീ ഒരു കാൽ മുടന്തനായി ജനിക്കും. ഇല്ലെങ്കിൽ നിനക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ടായിട്ട് ഒരു അപകടത്തിൽപ്പെട്ട് നിൻ്റെ ആ കാല് നഷ്ടപ്പെടും. ഒരുപാട് അതാണ്, അത് ദൈവം കൊടുത്തിരിക്കും. അപ്പോൾ അങ്ങനെ ജനിച്ചവരൊക്കെ തന്നെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇത്തരത്തിലുള്ള പൂർവ്വജന്മങ്ങൾ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന, പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടുന്ന ഇത്തരം ഒരു വല്ലാത്ത വിധിയാണത്. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയും. എനിക്കൊക്കെ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കും. പിന്നെ തെറ്റുകൾ പറ്റാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ തെറ്റുകളാണെന്ന് അറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. തെറ്റുകൾ മനുഷ്യ സഹജമാണ്, സംഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ താറുമാറായി പോകുന്ന ജീവിതങ്ങളുണ്ട്. നമ്മൾ എത്ര അഹങ്കരിച്ചിട്ടും കാര്യമില്ല എന്നാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. നിനക്ക് കോടിക്കണക്കിന് കണ്ടില്ലേ നമ്മുടെ ജോയിയുടെ മരണം, കോൺഫിഡൻറ്റ് അല്ലേ? ആ ഗ്രൂപ്പിൽ അദ്ദേഹത്തിന് എന്താണ്, കൈത്തോക്കിൽ വെടിയുണ്ട നിറച്ച് കൊണ്ട് നടന്നു. കോടിക്കണക്കിന് സാമ്രാജ്യം ഉണ്ടാക്കി, കോടിക്കണക്കിന് പണമുള്ള സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി, കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ ഉണ്ടാക്കി.
വിസ്തൃതമായിട്ടുള്ള ഹോട്ടൽ മുറികൾ, വീടുകൾ ഉണ്ടായിട്ടും ഹോട്ടൽ മുറികളുണ്ട്. ഞാൻ മരണം തീരുമാനിച്ചു. താൻ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാൻ, മരിക്കാൻ തീരുമാനിച്ച ആളാണ്. തനിക്ക് ജീവിക്കുന്നവരെ മതി, ജീവിക്കുന്നവരെ താൻ എല്ലാ സുഖഭോഗവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏറ്റവും വില കൂടിയ പട്ടുമത്തയിൽ കിടന്നാലും, ഏറ്റവും മനോഹരമായി ശീതീകരിച്ച മുറിയിൽ കിടന്നാലും, നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഗാഠമായ നിദ്രയിലേക്ക് മനുഷ്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ എവിടെയാണ്? നീ പിന്നെ ഉണരുമ്പോഴാണ് നിന്റെ ബോധം തിരിച്ചു വരുന്നത്. ചിലപ്പോൾ ഉറക്കത്തോടെ തന്നെ പോവും. അങ്ങനെ ആഡംബരപൂർവ്വം ജീവിച്ച ആ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എത്രയോ കാലം ജീവിക്കാൻ മനുഷ്യൻ ദൈവം കൊടുത്ത ആ ജന്മത്തെ നെഞ്ചിലേക്ക് വെടിയുണ്ട് എതിർത്ത് തീർത്തു കളഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തൊക്കെ ഉണ്ടാക്കിയ ആഘാതം എന്താണ്? ഞാൻ മരിച്ചു പോയാൽ നീ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ച ഒരു ഭാര്യയുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വരിക. കാലമെല്ലാം മാറ്റും, കാലമെല്ലാം മറയ്ക്കുമെന്നൊക്കെ പറയുമ്പോഴും കാലം മാറ്റിവെക്കാത്ത ചില സത്യങ്ങളുണ്ട്. കാലം ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് സത്യങ്ങൾ. ഞാനിതൊക്കെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലെങ്കിലും ആലോചിക്കണം ഇല്ലേ? നമുക്ക് ചുറ്റും നടന്നു പോകുന്ന ഇല്ലേ അതിജീവിതമാരുടെ കഥകളൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും അവരെ പീഡിപ്പിക്കപ്പെട്ടവർ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടാലും, പണം കൊണ്ട് നേടാൻ കഴിഞ്ഞാലും, നീ മരിച്ചാൽ 6 അടി മണ്ണിൻ്റെ ജന്മി മാത്രമേ നീ ആകുമുള്ളൂ. നിനക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും കോടിക്കണക്കിന് രൂപയുടെ ഭൂമികളും അതിമനോഹരമായ ഭൂമികളും ഒക്കെ ഉണ്ടാവുമെങ്കിലും നീ 6 അടി മണ്ണിൻ്റെ ജന്മിയാണ്. ആ ജന്മിത്വം നീ മറന്നു പോകണ്ട. നിന്നെ കത്തിച്ച് ചാമ്പലാക്കിയാൽ, നീ ഇന്നലെ വരെ സ്നേഹിച്ച നിൻ്റെ മാംസം കത്തിക്കരിഞ്ഞ് ഭസ്മമായി കഴിഞ്ഞാൽ, ആ ചാരത്തെ നിന്നെ ആരെങ്കിലും നിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി ബലികർമ്മങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യ തീർത്ഥങ്ങളിൽ ഒഴുക്കിക്കളഞ്ഞാൽ, നീ എന്ന് പറയുന്ന ജന്മോട് അവസാനിച്ചു പോകുമെന്ന് പറയുന്ന ഒരു സത്യം, ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത് ഒന്നും കൊണ്ടല്ല. നമുക്ക് ഭൂമിയിൽ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. നമ്മൾ കൊണ്ടു നടന്ന ഈ ശരീരം പോലും നമ്മളിവിടെ ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ള സത്യത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. അതുകൊണ്ട് ആ സത്യം ഏതാണ്? ശരീരം എന്ന് പോകുന്ന, നശിച്ചു പോകുന്ന ഒരു ശരീരത്തെ, ഒരു മനസ്സിനെയാണ് നീ കൊണ്ടു നടന്നത്. ഇത് അഗ്നിക്കിരയാക്കാനുള്ളതാണ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും കല്ലറകളിൽ ഇറക്കി വയ്ക്കാനുള്ളതാണ്. ഇത് ഈ ശരീരത്തിലെ വെളുത്ത പുഴുക്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതൊന്നും നിൻ്റേതല്ല. നീ ഇതെല്ലാം ഉപേക്ഷിച്ചേ പറ്റൂ. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ മനസ്സിൻ്റെ സന്തോഷവും ശാന്തിയുമാണ് ഏറ്റവും വലുത്. നിനക്ക് മുകളിൽ ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ശക്തി ഉണ്ടെന്നും, നീ ദൈവമില്ല എന്ന് പറയുമ്പോൾ നിൻ്റെ സൃഷ്ടിയെയാണ് നീ തള്ളിപ്പറയുന്നതെന്നുള്ള യാഥാർത്ഥ്യവും കൂടെ അല്ലേ? ഇപ്പം ശബരിമല കണ്ടില്ലേ? ശബരിമല ആർക്കൊക്കെയോ വേണ്ടി ശബരിമല എന്ന് പറയുന്ന ആ കൊള്ളയടിക്കപ്പെട്ട എല്ലാം തന്നെ നീക്കി വയ്ക്കപ്പെട്ടു. പക്ഷെ ആ നീക്കി വെച്ചതെല്ലാം തന്നെ അയ്യപ്പൻ്റെ അടുത്തേക്കാണ്. അതൊരു അഗ്നിഗോളമായി ഈ പ്രപഞ്ചത്തെ ചുട്ടുകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടും എന്നുള്ളൊരു സത്യവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.